നല്ല സാക്ഷ്യമുള്ള ജീവിതത്തിനുടമകളാണോ? വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുമ്പോൾ, കൺവെൻഷന് കടന്നു വരുമ്പോൾ, കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴൊക്കെ ഉള്ള എൻ്റെ മുഖം തന്നെയാണോ ഞാൻ അല്ലാത്ത ഇടങ്ങളിലും കാഴ്ചവെക്കുന്നത്? ഭവനത്തിലുള്ള മുഖമാണോ ഓഫീസിൽ ചെല്ലുമ്പോൾ? ഓഫീസിലുള്ള മുഖമാണോ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ? ഞാൻ എൻ്റെ രഹസ്യ സ്പേസുകളിലൊക്കെ സാക്ഷ്യം പുലർത്തുന്നവരാണോ? ഇന്ന് പേഴ്സണൽ സ്പേസും പബ്ലിക് സ്പേസും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആരും അറിയാത്ത ഒരു മുഖവും സ്പേസും ഒക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? അവിടെയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ചേർത്ത് പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന എൻ്റെ വിശ്വാസ ജീവിതത്തിന് അനുസൃതമായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തുന്നവരാണോ നാം ഓരോരുത്തരും? നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നല്ല സാക്ഷ്യമുണ്ടോ നമുക്ക്? എവിടെയാണ് വിശ്വസ്തത? എവിടെയാണ് പരസ്പരം കരുതാൻ സാധിക്കുന്നത്? ഇതൊക്കെ നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പല ഡയമെൻഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് നല്ല സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ എവിടെയാണ് സാക്ഷ്യത്തിന് പ്രാധാന്യമെന്നൊരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് അതിന് നാം ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടുന്നൊരു ഉത്തരമുണ്ട്. കാരണം ഞാനും എൻ്റെ കർത്താവും മാത്രം കാണപ്പെടുന്ന ചില ഇടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് അറിയാത്തൊരു മുഖമുണ്ട് എനിക്ക്. എൻ്റെ മക്കൾക്ക് എന്നെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ കൂട്ടായ്മക്കാർക്കോ അറിയാത്ത ഒരു സ്പേസിനുടമയാണ് എൻ്റെ ജീവിതമെങ്കിൽ, എൻ്റെ പേഴ്സണൽ സ്പേസിലൊക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ ജീവിക്കുന്നതെന്നൊരു ചോദ്യം സ്വയം ചോദിക്കുവാൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇടയായി തീരണം. അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുമ്പോൾ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തുവെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരുവനാണ് സ്തേഫാനോസ്. അതിൽ പേര് പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പേര് സ്തേഫാനോസിൻ്റെ പേരാണ്. ഒന്നാമതായി സ്തേഫാനോസിനെ കുറിച്ചുള്ള ധ്യാന ചിന്തയിൽ ഈ ഭാഗം നമുക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ്: ഈ മനുഷ്യനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആരായിരുന്നു സ്തേഫാനോസ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കർത്താവിനോടൊപ്പം സഞ്ചരിച്ച 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നില്ല സ്തേഫാനോസ്. കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുവചനങ്ങളൊക്കെ നേരിട്ട് കേട്ടൊരു വ്യക്തിയല്ല സ്തേഫാനോസ്. കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കുന്നതോ ആരെങ്കിലുമൊക്കെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോ ഒന്നും നേരിട്ട്, ഹി വാസ് നോട്ട് എൻ ഐ വിറ്റ്നസ് ടു വാട്ട് ജീസസ് ഡിഡ്. പക്ഷേ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരുടെ വായിൽ നിന്നും ഈ യേശുവെന്ന് പറയുന്ന മശിഹായെക്കുറിച്ച് കേൾക്കുവാൻ നമ്മെപ്പോലെ ഭാഗ്യമുണ്ടായ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്തേഫാനോസ്. കർത്താവിനെ നേരിട്ട് കണ്ട് അവനോടൊപ്പം സഞ്ചരിച്ചവനല്ല. പക്ഷേ എന്ന് മുതൽ ഈ കർത്താവിനെ ശിഷ്യന്മാരിൽ നിന്ന് അറിയുവാൻ സാധിച്ചോ അന്ന് മുതൽ തൻ്റെ ജീവിതത്തെ ഈ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചവനാണ് സ്തേഫാനോസ്. എങ്ങനെയാണ് ഇവിടെ സ്തേഫാനോസിനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 5-ാം വാക്യം പറയുന്നു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനന്തരം സ്തേഫാനോസ് ദൈവകൃപയും ശക്തിയും നിറഞ്ഞവനായി. ഒന്നാമതായി സ്തേഫാനോസിന്റെ ജീവിതം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്ന വെല്ലുവിളി അവൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവായിരുന്നു എന്നുള്ളതാണ്. വാട്ട് വാസ് ഹിസ് ലൈഫ് ഫിൽഡ് വിത്ത്? അവൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളെയൊക്കെ ഒരിടത്ത് മറ്റൊരാൾ പരിചയപ്പെടുത്തിയാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ മാത്യൂസ് അച്ഛൻ എൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞു, എൻ്റെ വീട്ടുപേരെന്താണെന്ന് പറഞ്ഞു, ഞാൻ ഏത് ദേശക്കാരിയാണെന്ന് പറഞ്ഞു, ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, എവിടെയൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സ്തേഫാനോസിനെ കുറിച്ച് വീട്ടുപേരില്ല, ഏത് നാട്ടുകാരനാണെന്നില്ല, അപ്പൻ്റെ അമ്മയുടെയും പേരില്ല, കുടുംബ മഹിമ പറയാനില്ല, അവൻ്റെ പാരമ്പര്യം എന്തെന്ന് അറിയത്തില്ല, അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒന്ന് വ്യക്തമായി പറയുന്നു, അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ജീവിതത്തിലും എന്തിൻ്റെ നിറവാണ് അവനെ വഴി നടത്തിയതെന്ന് പറഞ്ഞാണ് ഈ മനുഷ്യനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അവൻ വിശ്വാസം നിറഞ്ഞവനായിരുന്നു, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, അവൻ ദൈവകൃപ നിറഞ്ഞവനായിരുന്നു, അവൻ ദൈവശക്തി നിറഞ്ഞവനായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ വേ ടു ഇൻട്രൊഡ്യൂസ് എ മാൻ ഇൻ ടു അവർ മിഡ്സ്റ്റ്. ശരിയല്ലേ? ഇത്തരത്തിലുള്ള പരിചയപ്പെടുത്തലുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്തേഫാനോസിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ തന്നെ നമ്മളുടെ മുൻപിലേക്ക് അല്പം വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവാണ്? നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവാണെന്ന് പറയും. എന്താണോ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്
അതാണ് എൻ്റെ ജീവിതത്തിലെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള മൊമെൻറ്റ്സിൽ പുറത്തേക്ക് വരുന്നത്. എല്ലാം ജീവിതത്തിൽ സന്തോഷകരമായി പോകുമ്പോൾ നമ്മളും എല്ലാവരുടെ അടുത്തും വളരെ സ്വീറ്റ് ആൻഡ് നൈസാ അല്ലേ? നമ്മളെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് പറയാൻ കാണും. എന്നാൽ എന്നെ ഒരാൾ പ്രകോപിപ്പിച്ചാൽ, എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, എൻ്റെ അഭിപ്രായ വ്യത്യാസത്തിന് വിരുദ്ധമായി മറ്റൊരു അഭിപ്രായം മറ്റൊരാൾ മുൻപോട്ടേക്ക് വെച്ചാൽ, നമ്മുടെയൊക്കെ മുഖം മാറുന്നതും വിധം മാറുന്നതും അന്നേരം അറിയാം. കാരണം നമ്മുടെ ഉള്ളിൽ എന്തിൻ്റെ നിറവാണോ അത് പുറത്തേക്ക് വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് കുടുംബ ജീവിതത്തിലാകാം, ഔദ്യോഗിക ജീവിതത്തിലാകാം, കൂട്ടായ്മ ജീവിതത്തിലാകാം, ഇടവകയുമായുള്ള ബന്ധത്തിലാവാം. എവിടെയൊക്കെ നമ്മളാണോ അവിടെയൊക്കെ എന്തിൻ്റെ നിറവാണോ നമ്മുടെ ഉള്ളിൽ അതൊക്കെ പ്രതിഫലിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വാട്ട് ആം ഐ ഫിൽഡ് വിത്ത് എന്നുള്ളത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. എത്രയോ കാലങ്ങളായി വചനം കേട്ടിട്ടും, എത്രയോ നാളുകളായി കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ യാത്ര ചെയ്തിട്ടും, നമ്മളൊരു ആത്മീയ യാത്രയിലാണെന്ന് അവകാശപ്പെടുമ്പോഴും എന്തിൻ്റെ നിറവാണ് നമ്മളുടെ ജീവിതത്തിലുള്ളതെന്നുള്ളതൊരു വളരെ ഗൗരവമായ ചോദ്യമല്ലേ? ഇവിടെ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ അവനുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവകൃപയും ദൈവശക്തിയും നിറഞ്ഞവനായി കാണപ്പെട്ട സ്തേഫാനോസിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തിൻ്റെ നിറവാണെന്നുള്ളൊരു ചോദ്യം ഈ മനുഷ്യൻ ഈ രാത്രി നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിനനുസരിച്ച് am I filled with the faith in the Lord? കർത്താവിലുള്ള വിശ്വാസം എൻ്റെ ഉള്ളിൽ എത്രത്തോളമുണ്ട്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ എത്രത്തോളമുണ്ട്? പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് നമുക്കൊക്കെ വളരെയധികം ഫെമിലിയർ ആണല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ മറുവശം അശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് അശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവിൻ്റെ വിളയാട്ടമാണോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കുടുംബത്തിലായിരിക്കുമ്പോൾ, സൗഹൃദ ബന്ധങ്ങളിൽ, സാഹോദര്യ ബന്ധങ്ങളിൽ, അയൽവക്ക ബന്ധങ്ങളിലൊക്കെ നമ്മളുടെ വായിൽ നിന്ന് വരുന്നൊരു വൊക്കാബുലറി, സംസാര ഭാഷയൊന്ന് അനലൈസ് ചെയ്താൽ അറിയാം അശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ. ആരെങ്കിലും നമ്മളെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചുവെന്ന് തോന്നിയാൽ പിന്നെ നമ്മളുടെ മനോഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നാം എന്ന്. ദൈവകൃപയും ദൈവശക്തിയും നിറഞ്ഞവനായി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു എന്ന് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി വളരെ ലളിതമായ ചിന്തയാണ്, പക്ഷേ സ്വയം നാം ചോദിക്കേണ്ടുന്ന ചോദ്യവും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവാണെന്ന് തിരിച്ചറിയുവാൻ ഈ 2025 നീ എനിക്ക് ആയുസ് തന്നിരിക്കുമ്പോൾ, ആരോഗ്യം തന്നിരിക്കുമ്പോൾ എനിക്കിടയായി തീരണം. ഒരു പ്രാവശ്യം കൂടെ ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുവാൻ തമ്പുരാൻ സാഹചര്യങ്ങളെ ഒരുക്കി നമ്മളെ കൂട്ടിവരുത്തിയെങ്കിൽ എന്തിൻ്റെ നിറവാണ് എൻ്റെ ജീവിതത്തിലെന്ന് സ്വയം ചോദിക്കുവാൻ സാധിക്കണം. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തതെങ്കിലും ദൈവകൃപയും ദൈവശക്തിയും നിറഞ്ഞു നിന്നതുകൊണ്ട് മേശമേലുള്ള ശുശ്രൂഷയിൽ മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ സ്തേഫാനോസിന് സാധിച്ചില്ല. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തുടങ്ങി. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി, അതായത് സ്തേഫാനോസിൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ട അവനോട് വിരോധമായി നിന്നിരുന്നവർക്കൊക്കെ സ്തേഫാനോസ് ഒരു ഭീഷണിയായി മാറുന്നു. യേശു എന്ന് പറയുന്ന ഒരുവനെ അവൻ്റെ ശുശ്രൂഷകൾ കൊണ്ടും അവൻ്റെ പ്രസംഗങ്ങൾ കൊണ്ടും ധാരാളം പേര് യേശുവിനോടൊപ്പം ചേരുന്നത് കണ്ടപ്പോൾ യഹൂദന്മാരുടെ വളരെ പ്ലാൻഡായ ഒരു അജണ്ടയായിരുന്നു യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളത്. കാരണം അവർ കരുതി യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ഇതിനൊരു തീരുമാനമാകും എന്ന് കരുതിയാണ് യേശുവിനെ ക്രൂശിച്ചത്. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട് ശിഷ്യന്മാർ ഏറ്റവും ശക്തിയോടുകൂടെ ഏറ്റവും ഊർജ്ജസ്വലരായി ഓടി നടന്ന് ഈ കർത്താവിനെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പ്രഘോഷിച്ചു. ആ പ്രഘോഷണത്തിൻ്റെ ഫലമായാണ് സ്തേഫാനോസിനെ പോലെയുള്ള ചെറുപ്പക്കാർ അവരോടൊപ്പം ചേരുകയും കർത്താവിനെ കൂടുതൽ അറിയുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ യഹൂദന്മാരും അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള നേതാക്കളൊക്കെ നോക്കിയപ്പോൾ ഇവൻ ഒരു ചോട്ടാ നേതാവായിട്ട് വളർന്നു വരികയും ഇവൻ നമുക്കൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ സംസാരിച്ച ജ്ഞാനത്തോടൊന്നും ആർക്കും എതിർത്ത് നിൽക്കുവാനായിട്ട്
സാധിച്ചില്ല എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ യേശുവിനെ ഇല്ലാതാക്കിയോ അതുപോലെ ഇവനെയും ഇല്ലാതാക്കാനുള്ളൊരു പ്ലാനിലേക്ക് അവർ വന്നെത്തുന്നു. ഇവനെതിരെ കള്ളസാക്ഷികളെ നിരത്തുന്നു. മോശയുടെ ന്യായപ്രമാണത്തിനും നമ്മുടെ വിശ്വാസ സംഹിതകൾക്കും ഒക്കെ എതിരായി ഇവൻ പലതും പ്രചരിപ്പിക്കുന്നു എന്നുള്ള കള്ളസാക്ഷ്യം ഇവനെതിരെ പറഞ്ഞുകൊണ്ട് ഇവനെ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആദ്യം സ്തേഫാനോസിനെ കുറിച്ച് ചിന്തിച്ചത് ഇതാണ്, ഇവൻ്റെ ഉള്ളിൽ എന്തിൻ്റെ നിറവാണ് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ഒരു റിഫ്ലക്ഷനാണ് ഈ 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചു നിർത്തിയെടുത്ത്. ന്യായാധിപ സംഘത്തിൽ ഇരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഞാൻ പറഞ്ഞു അല്ലേ, നമ്മുടെ ഉള്ളിൽ എന്തിൻ്റെ നിറവാണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടും. അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ മുഖത്താണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ എന്ത് ഭാവമാണോ നമുക്കുള്ളത് അത് നമ്മളുടെ മുഖത്ത് പ്രതിഫലിക്കും. പിന്നെ നമ്മളൊക്കെ കൂടുതൽ ഉടായി പറയാവുന്നത് കൊണ്ട് ഉള്ളിൽ എന്താണെന്ന് പുറത്ത് കാണിക്കാതെ നടക്കാനും നമുക്ക് അറിയാം. മറ്റുള്ളവരെയൊക്കെ നോക്കി ചിരിക്കുകയും ഉള്ളിൽ അവരോടുള്ള വൈരാഗ്യവും പകയും വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന വിധത്തിലൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് പലതും. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, ന്യായാധിപ സംഘത്തിൽ ഇരുന്ന എല്ലാവരും. എനിക്ക് ആ എല്ലാവരും എന്നുള്ള വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഈ ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്ന ആരും ഈ മനുഷ്യൻ്റെ സഹോദരന്മാരല്ല, സുഹൃത്തുക്കളല്ല, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുവാൻ കൂടി വന്നിരിക്കുന്നവരല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവരെല്ലാവരും അവൻ്റെ ശത്രുക്കളാണ്. പക്ഷേ ഇവരെല്ലാവരും അവനെ ഉറ്റുനോക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. എപ്പോഴാണ് നമ്മുടെയൊക്കെ മുഖത്ത് ഈ ദൈവ തേജസ് ഇത്രമാത്രം വിളങ്ങി നിൽക്കുന്നതെന്നറിയാമോ? ഉള്ളിൽ ആരുള്ളപ്പോഴാ? കർത്താവുള്ളപ്പോഴാ. പുറപ്പാട് പുസ്തകം 34 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സീനായി പർവ്വതത്തിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് അഹരോനും ഇസ്രായേൽ മക്കൾക്കും നോക്കാൻ പറ്റാത്ത വിധം അവൻ്റെ ത്വക്ക് മിന്നുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണത്. നമ്മുടെയൊക്കെ മുഖത്ത് ഒരു തേജസ് ഉണ്ടാകുന്നത്, ഇതൊന്ന് മിന്നി വിളങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? ഉള്ളിൽ കർത്താവിനെ കൊണ്ട് നടക്കുമ്പോഴാ. നമുക്ക് ചുറ്റിനുമുള്ളവരെ അല്ല നമ്മൾ കാണുന്നത്, പിന്നെയോ കർത്താവ് എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് തെളിഞ്ഞു വരും, പ്രതിഫലിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 2 സഹോദരങ്ങളുടെ വഴിപാട് കഴിക്കലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ശരിയല്ലേ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കായീനും ഹാബേലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുവാനായി വന്നു. 2 സഹോദരന്മാരും യഹോവയുടെ സന്നിധിയിൽ വഴിപാട് കഴിച്ചു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, യഹോവ കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കയീൻ്റെ മുഖം വാടി. കയീൻ്റെ മുഖം വാടി എന്ന് എഴുതിയിരിക്കുന്നു. നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, നമ്മുടെ മുഖം എപ്പോഴൊക്കെയാണ് വാടുന്നത്? ഒരു ആരാധന ശുശ്രൂഷ കഴിഞ്ഞിറങ്ങുമ്പോൾ, ഒരു കൂട്ടായ്മയുടെ അനുഭവമൊക്കെ നമ്മളങ്ങ് കൈയടിച്ചും ആത്മാവിൽ ആരാധിച്ചും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരല്പം വിരോധമുള്ള ഒരാളെ കണ്ടാൽ നമ്മുടെ മുഖമെല്ലാം അപ്പോഴേ തീർന്നു നമ്മുടെ ഉള്ളിലെ ആത്മീയ ജീവൻ. ഇങ്ങനെയാണോ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം? ഇവിടെ തനിക്ക് ചുറ്റിനും ഇരിക്കുന്നവരെല്ലാം തൻ്റെ ശത്രുക്കളാണെന്നുള്ള ബോധ്യം ഈ മനുഷ്യനുണ്ട്. പക്ഷെ തൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവകൃപയുടെയും ദൈവശക്തിയുടെയും നിറവുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിച്ചുവെന്ന് വചനം പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിനെ ചൊല്ലി ജീവിതം മുഴുവൻ നമ്മുടെ മുഖം വാടിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ടുന്ന ആവശ്യമില്ലെന്ന് സ്തേഫാനോസ് നമ്മളോട് പറയുക. നിനക്ക് ചുറ്റിനും ശത്രുക്കളായിരിക്കാം, നിന്നെ പരിഹസിക്കുന്നവരുണ്ടാകാം, നിന്നെ നിന്ദിക്കുന്നവരുണ്ടാകാം, നിന്നെ വിമർശിക്കുന്നവരുണ്ടാകാം, നിന്നെ ഒരുപക്ഷെ അകറ്റി നിർത്തുന്നവർ, അവഗണിക്കുന്നവർ, അങ്ങനെ അനേക അനുഭവങ്ങളിലൂടെ 2024-ലും 2025-ന്റെ ആരംഭ നാളുകളിലും ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രസാദിക്കുവാനുള്ള സാധ്യതയുണ്ട്. There is a possibility for your face to shine like an angel's face എന്ന് ഈ രാത്രി സ്തേഫാനോസ് നമ്മോട് പറയുകയാണ്.
അതുകൊണ്ട് എപ്പോഴും മുഖം വാടിപ്പിടിച്ചുകൊണ്ടും വീർപ്പിച്ച് പിടിച്ചുകൊണ്ടും നടക്കേണ്ടെന്ന് ആവശ്യമില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവ് മതിയായവനാണെന്നും അവൻ്റെ സാന്നിധ്യത്തെ രുചിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഉള്ള ചിന്ത ഉള്ളിലുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തറിയാതെ ഒരു തേജസ് മിന്നി വിളങ്ങും. ഈ ഒരു തേജസ്സിലേക്കാണ് ഈ രാത്രിയിൽ സ്തേഫാനോസ് നമ്മളെ വിളിക്കുന്നത്. അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുമ്പോൾ ഇനി 7-ാം അധ്യായമാണ്. 6-7 അധ്യായങ്ങളിൽ ഈ സ്തേഫാനോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നട്ട്ഷെൽ, അതായത് ഈ മനുഷ്യനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന 2 അധ്യായങ്ങളേ ഉള്ളൂ. അത് ഈ 6-7 അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അതുകൊണ്ട് ഈ 7-ാം അധ്യായം കൂടി ഒരുമിച്ച് ധ്യാനിക്കുമ്പോഴേ സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ 7-ാം അധ്യായം 6th ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, ഒരു തുടർച്ചയാണ്. 7-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. അപ്പോൾ 6-ാം അധ്യായം തീരുന്നയിടത്ത് ന്യായാധിപ സംഘത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന സ്തേഫാനോസും ചുറ്റിനും ഇരിക്കുന്ന ഈ സൻഹെദ്രിൻ സംഘത്തിലെ അംഗങ്ങളെയും നാം കാണുന്നുണ്ട്. അപ്പോൾ അവനെതിരെ കള്ളസാക്ഷികൾ മുൻപോട്ട് വന്ന് പറയുന്നു പല കാര്യങ്ങൾ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ സ്തേഫാനോസിനോട് ചോദിച്ചു. അതായത് നിനക്കെതിരെ ഈ പറഞ്ഞ കള്ളസാക്ഷ്യമൊക്കെ സത്യമാണോ എന്ന് സ്തേഫാനോസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സ്തേഫാനോസിൻ്റെ മറുപടിയാണ് നമ്മളുടെ അടുത്ത ധ്യാനം എന്ന് പറയുന്നത്. അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് 2-ാം വാക്യം മുതൽ ഈ അധ്യായത്തിൻ്റെ 53-ാം വാക്യം വരെ സ്തേഫാനോസിൻ്റെ ഒരു നീണ്ട പ്രസംഗമാണ് നമുക്ക് ലഭിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ ഫ്രം വേഴ്സ് 2 till the 53rd verse 53-ാം വാക്യം വരെ സ്തേഫാനോസിൻ്റെ ഒരു നീണ്ട പ്രസംഗമാണ്. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം കഴിഞ്ഞാൽ ഇത്രയും അധികം ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ ഒരു ലോങ് sermon മറ്റൊന്ന് നമുക്ക് വേറെ ആരിൽ നിന്നും ലഭിക്കുന്നില്ല. അത് സ്തേഫാനോസിന് അവകാശപ്പെട്ടതാണ്. ഈ 2-ാം വാക്യത്തിൽ തുടങ്ങി 53-ാം വാക്യം വരെ തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്ന യഹൂദന്മാർക്ക് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം വളരെ മിനി സമ്മറിയായി സ്തേഫാനോസ് പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ തുടങ്ങി താഴേക്ക് ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോസഫിനെ കുറിച്ചും 400 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തെക്കുറിച്ചും അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി മോശ എന്ന് പറയുന്ന ഒരു നേതാവിനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തിയെന്നും അങ്ങനെ എങ്ങനെയാണ് മരുഭൂമിയിലൂടെ അവരെ വഴി നടത്തിയതെന്നും ഒക്കെ വളരെ മനോഹരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസംഗമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. വീട്ടിൽ ചെന്നിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം എന്തെന്നറിയത്തില്ലെങ്കിൽ ഈ ഒരു ഭാഗം വായിച്ചാൽ അതിനെ കൃത്യമായി അവരിലേക്ക് എത്തിക്കുന്ന സ്തേഫാനോസിനെ ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇത് തൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഇവർ തനിക്കെതിരെ പറഞ്ഞ കള്ളസാക്ഷ്യം ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് മഹാപുരോഹിതൻ്റെ ചോദ്യം. അല്ലാതെ ചരിത്രം പറയാനായിട്ട് വിളിച്ചു നിർത്തിയതല്ല സ്തേഫാനോസിനെ. ഈ പറയുന്നത് നേരാണോ, സത്യമാണോ, ഇവർ പറയുന്നത് നിന്നെക്കുറിച്ച് ശരിയാണോ എന്നുള്ള മഹാപുരോഹിതൻ്റെ ചോദ്യത്തിന് സ്വയം നീതീകരിക്കാതെ, സ്വയം ന്യായീകരിക്കാതെ സ്തേഫാനോസ് ഇസ്രായേലിൻ്റെ ചരിത്രം, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എങ്ങനെ വഴി നടത്തിയെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, അനേകം പ്രവാചകന്മാരെ നിങ്ങളുടെ മധ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം അയച്ചു, നിങ്ങൾ അവരുടെ വചനത്തെ കൈക്കൊണ്ടില്ല. അവസാനം സ്വന്തപുത്രനായ യേശുവിനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു, അവനെയും നിങ്ങൾ ഇല്ലാതാക്കി എന്ന് 53-ാം വാക്യം വരെ സ്തേഫാനോസ് പറയുന്ന ഇടത്താണ് ഇവർ വളരെ പ്രകോപിതരായി സ്തേഫാനോസിൻ്റെ നേരെ തിരിയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ ഈ മനുഷ്യനൊരു അവസാന ചാൻസ് കിട്ടിയിട്ടും സ്തേഫാനോസ് ആ അവസരം അതിനുവേണ്ടി ഉപയോഗിച്ചില്ല. പകരം സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആ ഒരു അവസരത്തെ ഇദ്ദേഹം ഉപയോഗിക്കുകയാണ്. നമ്മളോടാണ് അടുത്ത ചോദ്യം. നമ്മൾ ജീവിക്കുന്നത് ഒരു സ്വയം തള്ളലിൻ്റെ കാലത്താണ്, ശരിയല്ലേ? നമ്മളിങ്ങനെ നമ്മളെ തന്നെ, വേറെ ആരും തള്ളിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ നിന്ന് തള്ളും. എത്രത്തോളം നമ്മളെ പൊക്കി പറയാമോ, നമ്മുടെ നേട്ടങ്ങളെ വർണ്ണിക്കാമോ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്തൊക്കെ പറയുന്നു, ഞാൻ ചെയ്തത് എന്തൊക്കെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയിട്ടുള്ളത് എന്തൊക്കെ, എല്ലാം ഞാനും എൻ്റേതുമാണ്. നമ്മളിപ്പോൾ പാടിയ ഒരു പാട്ടിൽ പറയുന്നുണ്ടല്ലേ, മഹത്വവും ജ്ഞാനവും എല്ലാം ആർക്കുള്ളതാ? പാടുമ്പോഴുണ്ട് അല്ലേ? പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയേ,
കർത്താവിന് കൊടുക്കേണ്ടുന്ന മഹത്വം യഥാർത്ഥമായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, എൻ്റെ കൈനേട്ടം കൊണ്ട് പലതും ജീവിതത്തിൽ നേടിയെടുത്തു എന്നുള്ളൊരു നെകളഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലേ? അഹങ്കാരം ഉണ്ടാകുന്നില്ലേ? അഹംഭാവത്തിൻ്റെ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ഉള്ളിലില്ലേ? നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ചാൻസ് കിട്ടിയില്ലേലും അതിനുവേണ്ടി നടന്ന് നമ്മളൊരു ഗ്യാപ്പ് അതിനുവേണ്ടി കണ്ടെത്തും. ഇവിടെ സ്വയം നീതീകരിക്കുവാനും രക്ഷപ്പെടുവാനും ഈ മനുഷ്യൻ്റെ മുൻപിലേക്ക് ഒരു അവസരം ഉണ്ടായിട്ടും ഭയമെന്ന് പറയുന്ന ഒരു വികാരം ഈ മനുഷ്യനെ ഭരിക്കുവാനുള്ള എല്ലാ സാധ്യത ഈ സമയത്തുള്ളപ്പോഴും തൻ്റെ ജീവൻ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഹി ന്യൂ ദിസ് വാസ് ദ ലാസ്റ്റ് ചാൻസ് ടു ഗ്ലോറിഫൈ ഗോഡ് ഇൻ ഹിസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ തന്നെ വഴി നടത്തുന്ന, തൻ്റെ മശിഹായായി താൻ സ്വീകരിച്ചിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ താൻ ജീവനോടെ ഇരിക്കുമ്പോഴുള്ള അവസാനത്തെ അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്തേഫാനോസ് സകല മഹത്വവും സകല പുകഴ്ചയും കർത്താവിന് കൊടുക്കുന്നത്. നമുക്കതിന് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളോട് തന്നെയുള്ള ചോദ്യം. സ്തേഫാനോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരുന്നത്. തൻ്റെ ജീവൻ എന്തു ഭവിക്കുമെന്നുള്ള ഭയം ഈ മനുഷ്യനില്ല. പക്ഷേ തൻ്റെ ജീവന് ഒരവസാന നിമിഷമുണ്ടെങ്കിൽ ദാറ്റ് മൊമെൻറ്റ് ഇസ് ടു ഗ്ലോറിഫൈ മൈ ക്രൈസ്റ്റ്. ദാറ്റ് മൊമെൻറ്റ് ഇസ് ഫോർ ദ ലോർഡ്. എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളെന്ന് സ്തേഫാനോസ് പൂർണ്ണമായി വിശ്വസിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത നിമിഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. വേണമെങ്കിൽ ഈ മനുഷ്യന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിന് പകരം തൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാനുള്ള അവസാനത്തെ ചാൻസ് മിസ് ചെയ്യാഞ്ഞ ഈ മനുഷ്യനെ നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനിക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, കർത്താവേ, എവിടെയൊക്കെ നിനക്ക് മഹത്വം തരേണ്ടുന്നതിന് പകരം ഞാനതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളെക്കുറിച്ചൊക്കെ വല്ലവരും ഭയങ്കരമായിട്ട് പൊക്കുമ്പോൾ അതൊക്കെ കേൾക്കാൻ എന്തൊരു സുഖമാണ് നമുക്ക്, അല്ലേ? നമ്മളിരുന്നങ്ങ് പുളകം കൊള്ളും ഇതൊക്കെ കേൾക്കുമ്പോൾ. ഉള്ളിലെങ്കിലും നമ്മളൊരു സ്തോത്രം പറയോ? നമ്മൾ പാടിയതെന്താ? നടന്നതല്ല നടത്തിയതാ, അല്ലേ? നമ്മളെ നടത്തിയ കർത്താവിന്, ദൈവത്തിന് എത്രത്തോളം മഹത്വം കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയെ പഠിപ്പിക്കുന്നുണ്ടോ? നേടിയതൊക്കെ നിൻ്റെ അപ്പൻ അധ്വാനിച്ചത് കൊണ്ടാ എന്ന് പറയുന്നതിന് പകരം തമ്പുരാനില്ലായിരുന്നെങ്കിൽ, കർത്താവ് വഴി നടത്തിയില്ലെങ്കിൽ, കർത്താവ് നമ്മളെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ തന്നില്ലായിരുന്നെങ്കിൽ, അവൻ ആരോഗ്യം തന്നില്ലായിരുന്നെങ്കിൽ, അവൻ സാഹചര്യങ്ങളെ തന്നില്ലായിരുന്നെങ്കിൽ ഈ കാണുന്നതൊന്നും അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നുവെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കൈനേട്ടം കൊണ്ടല്ല പ്രിയരെ, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല പ്രിയരെ. ഈ 2025 ആരംഭം കാണുവാൻ ആയുസ്സുണ്ടെങ്കിൽ പോലും അത് കർത്താവിൻ്റെ കരുണയൊന്ന് മാത്രമാണെന്ന് ഏറ്റെടുക്കുവാനും പറയുവാനും സാധിക്കുമ്പോഴാണ് അവന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കണമെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ ഈ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളാണ് ഇനി അടുത്ത നമ്മളുടെ ധ്യാന ചിന്തയുടെ ഭാഗം. ഞാൻ ഈ സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ടൈറ്റിൽ ഈ മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ പറയും, ഹൗ ടു ലിവ് ആൻഡ് ഹൗ ടു ഡൈ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരണത്തിനായി ഒരുക്കപ്പെടണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ധ്യാനിച്ചത്. എന്തിൻ്റെ നിറവോടുകൂടെ ജീവിക്കണം, ഈ പറയുന്ന കാര്യങ്ങളുടെ നിറവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലും സാഹചര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ജീവിതം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമ്പോൾ പോലും ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കുവാനുള്ള ഒരു സ്കോപ്പും പോസിബിലിറ്റിയും ഉണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ. ഇനിയും എങ്ങനെ മരണത്തിനായി ഒരുക്കപ്പെടണമെന്ന് സ്തേഫാനോസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിക്കുകയും അവനെ ഇനിയും ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിലേക്ക് വരികയാണ്. 2 പ്രാർത്ഥനകൾ വ്യക്തമായി സ്തേഫാനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണേ. 54 മുതലുള്ള വാക്യങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ അവൻ ഇനിയും കണ്ട കാഴ്ച അവൻ അവൻ്റെ വാഗുകൊണ്ട് ഏറ്റു പറയുക. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ആ വാക്യം ഒന്ന് കുറിച്ചിടണം. പ്രത്യേകിച്ച് മനുഷ്യപുത്രൻ
ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച സ്തേഫാനോസ് കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ചിട്ടാൽ മതി. ഞാൻ അതിലേക്ക് വീണ്ടും വരാം. അവർ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട്. അതായത് ഇവൻ ഈ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അവർ വീണ്ടും വളരെയധികം കോപം വന്നിട്ട് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ അവരുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. ഇനിയും സ്തേഫാനോസിന് 2 പ്രാർത്ഥനകളാണ്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അടുത്ത വാക്യം പറയുന്നു, അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവര് സ്തേഫാനോസിനെ നേരെ പാഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വളരെയധികം കോപപരവശരായി പല്ല് കടിക്കുമ്പോൾ സ്തേഫാനോസ് നോക്കുന്നത് എവിടേക്കാ? അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. അവൻ സ്വർഗത്തേക്ക് ഉറ്റുനോക്കി വളരെ മനോഹരമായൊരു കാഴ്ച കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ടു സീ അറ്റ് ദ ഫൈനൽ മൊമെൻറ്റ്സ് ഓഫ് വൺസ് ലൈഫ്. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇതിനേക്കാൾ മനോഹരമായ പ്രത്യാശ നിറഞ്ഞ മറ്റൊരു കാഴ്ച കാണുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തേനേം, എങ്ങോട്ട് നോക്കിയേനേം, ഇവിടുന്ന് രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും സാധ്യതയുണ്ടോ, ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സ്തേഫാനോസ് യാതൊരു ഭയവുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുകയും അവൻ കാണുന്ന കാഴ്ചയാണ് ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ കണ്ടു. അവൻ ഈ കണ്ട കാഴ്ച അവൻ്റെ വാ കൊണ്ട് ഉറക്കെ പറയുമ്പോഴേക്ക് അവർക്കിത് സഹിക്കാൻ വയ്യാതെ വന്നിട്ട് അവർ കല്ലെറിയുവാനായിട്ടുള്ള ഒരുക്കത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് അവിടുത്തെ 2 പ്രാർത്ഥനയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? ഇവരുടെ മേൽ ഈ പാപം നിർത്തരുത്. ഇതിന് സമാനമായ പ്രാർത്ഥന എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ക്രൂശിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? യേശു കർത്താവ് തൻ്റെ അവസാനത്തെ 7 മൊഴികളിൽ 2 മൊഴികൾ ഇതാണ്. ഒന്ന്, അബ്ബാ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ, ഇൻ ടു യുവർ ഹാൻഡ്സ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. രണ്ടാമത് പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഇതിന് സമാനമായ പ്രാർത്ഥനയാണ് സ്തേഫാനോസ് തൻ്റെ മരണസമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതുവരെയും കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥനകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ആർക്ക് പറ്റും? കർത്താവിന് പറ്റും, അല്ലേ? കർത്താവ് ദൈവപുത്രനായിരുന്നു, അതുകൊണ്ട് കർത്താവിന് പറ്റും. നമ്മളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു സ്തേഫാനോസ്. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്തേഫാനോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നിനക്കുമിത് സാധ്യമാണെന്നുള്ളത്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഏതാ? എന്തുവാ? മരണമാണ്. ആണോ അല്ലയോ? ബാക്കി എന്തിനേയും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അഭിമുഖീകരിക്കും, പക്ഷേ നമുക്ക് ഏറ്റവും ഭയം മരണമാണ്. നമ്മൾ പാടുന്ന പാട്ടിലൊക്കെ ഒത്തിരി പ്രത്യാശയുണ്ടല്ലേ? ഞാനങ്ങ് പറന്ന് വരാം, ഞാനങ്ങ് കയറി വരാം, പൊങ്ങി വരാം. എന്തൊരു ആത്മാവാ അന്നേരം ഇതൊക്കെ പാടുമ്പോൾ. എന്ന് വരും നീ ഇങ്ങ് ഓടി വാ, അല്ലെ? ആമേൻ കർത്താവേ, വേഗം വരണമേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൺവെൻഷൻ തീരുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ 2ാം വരവാന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് ഇപ്പം ഇവിടെ ഇരിക്കും, അല്ലേ? നമ്മൾ അന്നേരം എഴുന്നേറ്റ് പോകും, ചിലതൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള ഭാവത്തിൽ. നമുക്ക് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഒത്തിരി പ്രത്യാശയുണ്ടെങ്കിലും ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ്. സ്തേഫാനോസ് ഇവിടെ ഭയപ്പെടാത്തത് മരണത്തെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നതെന്ന് സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനതിന് സ്തേഫാനോസിലൂടെ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മരണശേഷം എൻ്റെ ആത്മാവ് എവിടേക്ക് പോകുമെന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമുക്കെല്ലാം ഭയം. എവിടേക്ക് ഈ ആത്മാവ് പോകുമെന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്കെല്ലാം മരണത്തെ ഭയമാണ്. നമ്മുടെ വിചാരം ഇതോടുകൂടെ എല്ലാം അങ്ങ് തീരും. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ആയുസ്സിൽ ഞാൻ നേടിയെടുത്തതെല്ലാം ഇതോടുകൂടെ അങ്ങ് തീരും, എൻ്റെ ശരീരം മണ്ണോട് ചേരും, പിന്നെ മുൻപോട്ടൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്താ?
നിത്യജീവൻ്റെ പ്രത്യാശയാണ്. ശരിയല്ലേ? നമ്മുടെ കർത്താവ് നമ്മെ വിട്ടു പോയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? പോയപ്പോൾ കർത്താവ് പറഞ്ഞോ ഞാനൊരു വെക്കേഷന് പോവാന്ന് പറഞ്ഞോ? ഇല്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുവാനാണ് ഞാൻ പോകുന്നത്. ഞാൻ വീണ്ടും വരുന്ന നാളിൽ നിന്നെ ചേർത്തുകൊള്ളും. ഇതിനേക്കാൾ പ്രത്യാശയുള്ള മറ്റെന്ത് വചനമാണ് ഈ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകേണ്ടത്? പക്ഷേ നമുക്കെല്ലാവർക്കും മരണത്തെ ഭയമാണ്. ഇവിടെ സ്തേഫാനോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണം. എന്തുകൊണ്ടാണ് സ്തേഫാനോസിന് മരണത്തെ ഭയമില്ലാത്തതെന്ന് മനസ്സിലായോ? ഇവർ കല്ലെറിയുന്നത് എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ തൊടുവാൻ ഒരുത്തനും സാധിക്കത്തില്ല. എൻ്റെ ഉള്ളിലെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ അപഹരിച്ച് കൊണ്ടുപോകുവാൻ ഒരുത്തനും സാധിക്കാത്തിടത്തോളം കാലം എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഭദ്രമാണെന്ന് ഈ ചെറുപ്പക്കാരൻ ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ മരണത്തെ ഭയക്കാതെ ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിച്ച തൻ്റെ മരണ നിമിഷങ്ങളിൽ കാണപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഉറപ്പുണ്ടോ? എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ അവൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കത്തക്ക വിധത്തിലാണോ നമ്മുടെ ജീവിതം? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വവും വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്, അല്ലേ? പലപ്പോഴും നമ്മളുടെയൊക്കെ ആരാധനാ ശുശ്രൂഷയിൽ നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നതും വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്ന കാഴ്ചയെന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പോസ്ചറിലാണ് മനുഷ്യപുത്രനെ ഇവിടെ സ്തേഫാനോസ് കാണുന്നത്. എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ അതേറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്ഥിരം കാണുന്ന കാഴ്ചയിൽ സിംഹാസനത്തിൽ പിതാവ് ഇരിക്കുന്നു, വലത്ത് ഭാഗത്ത് കർത്താവ് ഇരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച സ്തേഫാനോസ് കണ്ടതെന്നുള്ളതാണ് എൻ്റെ ഉള്ളിലെ ചോദ്യം. ഞാൻ അതിന് വളരെ ലളിതമായൊരു ഉത്തരം, പക്ഷേ എനിക്ക് പ്രത്യാശ നൽകുന്നൊരു ഉത്തരം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. നിങ്ങൾ ഇനി എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? അടുത്തൊരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്തേഫാനോസിൻ്റെ ആത്മാവിനെ തൻ്റെ കരത്തിലേക്ക് സ്വീകരിക്കാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചയെ കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമോ? എൻ്റെ കർത്താവ് എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. എത്ര പ്രത്യാശ നിറഞ്ഞ അനുഭവമാത്. മരണത്തെ ഭയക്കാതെ ജീവിക്കുവാനുള്ള, മരണത്തിൽ സങ്കടമില്ലെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളത് പ്രത്യേക അത്തരത്തിൽ മനസ്സിലാക്കണം. വേർപാട് ദുഃഖകരമായ അനുഭവം തന്നെയാണ് ഈ ലോകത്തിൽ ബാക്കി ജീവിക്കുന്നവർക്ക്. പക്ഷേ ജീവിക്കുന്ന നമ്മൾ ഓർത്തോണം, മരണത്തിനായി അനുദിനം ഒരുക്കപ്പെടേണ്ടുന്നവരാണ് നമ്മൾ. ജനിച്ചോ നീ മരിക്കും. ഇതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യം ജീവിതത്തിൽ എന്താണ്, അല്ലേ? നാളെ ഭൂകമ്പം ഉണ്ടാകുമോ, ഇവിടെ മലവെള്ളപ്പാച്ചിലുണ്ടാകുമോ, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്: ഇന്ന് ശ്വസിക്കുന്ന നമ്മളുടെയൊക്കെ ശ്വാസം ഒരു ദിവസം നിലയ്ക്കും. There is no greater reality than death in our life. ഈ ഒരു യാഥാർത്ഥ്യത്തെ എന്നും മനസ്സിലാക്കി ജീവിക്കേണ്ടുന്നവരാ നമ്മൾ. കാരണം എന്താ? അതിൽ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, അതിൽ ദുഃഖിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം കർത്താവിനെ ഉള്ളിൽ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആത്മാവിനെ അവൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു കാര്യം ഓർക്കണം, എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കുവാനല്ല എൻ്റെ വിളി എന്നുള്ളതാണ്. എൻ്റെ ദൈവഹിതത്തിനനുസരിച്ച്, ദൈവം എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു വലിയ വിളിയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സ്തേഫാനോസിന് അവൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ സാധിച്ചത്? കാരണം ഈ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ ഈ കർത്താവിന് വേണ്ടി ജീവിച്ചവനാണ്. അതുകൊണ്ട് സ്തേഫാനോസിന് ഈ ഒരു ആത്മവിശ്വാസമുണ്ട്: കർത്താവിൻ്റെ കരത്തിലേക്ക് എൻ്റെ ആത്മാവിനെ കൊടുത്താൽ അവൻ കൈക്കൊള്ളും. അതുകൊണ്ടാണ് കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന, അല്ലാതെ നീ കൈക്കൊള്ളുമോ എന്നല്ല സ്തേഫാനോസ് ചോദിക്കുന്നത്. മറിച്ച് എൻ്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് കർത്താവിനോട് പറയുക. നമുക്കും ഇത്തരത്തിൽ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ തലമുറയെ ഈ ഒരു പ്രത്യാശയിലേക്ക് വളർത്തുവാൻ നമുക്ക് സാധിക്കണം. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സ്വയം ഒരുങ്ങുവാനുള്ളൊരു വലിയ വിളിയാണ് സ്തേഫാനോസ് നമുക്ക് നൽകുന്നത്. മരണം ഭയപ്പെടേണ്ടുന്നൊരു അനുഭവമല്ല, മറിച്ച്
എൻ്റെ ശരീരം മണ്ണോട് ചേർന്നാലും നിത്യജീവൻ്റെ ഒരു അനുഭവം എനിക്ക് എൻ്റെ കർത്താവിനൊപ്പം ഉണ്ടെന്നുള്ളൊരു വലിയ വിശ്വാസം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ടാവുകയും നമുക്ക് ചുറ്റിനുമുള്ളവരിലേക്ക് പകരപ്പെടുകയും ചെയ്യേണ്ടുന്നൊരു ഉറപ്പായിരിക്കണം നിത്യജീവൻ. നമ്മൾ പലപ്പോഴും നിത്യജീവനെക്കുറിച്ചൊക്കെ വായിക്കും, പക്ഷേ എത്രത്തോളം അതിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോഴും വേർപാടിൻ്റെ ദുഃഖത്തിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും ദുഃഖത്തിൻ്റെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് ഒരു നാളിൽ നമ്മളുടെ പ്രിയരെ നാം കാണുമെന്നുള്ളതാണ്, അല്ലേ? ആ നാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനമൊക്കെ ഇതിനെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇതിനെ ഏറ്റെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഉറപ്പുണ്ടാകുന്നത്. There is no greater reality than death in this world. ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തോണം, ഒരു മനുഷ്യൻ എപ്പോഴാണ് മരണത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ the moment he or she is born. ഞാനും നിങ്ങളും ജനിക്കുന്ന നിമിഷം തന്നെ മരിക്കുവാനുള്ള പക്വത നേടി ജനിക്കുന്നവരാ. അതുകൊണ്ട് ജീവിക്കുന്ന ഇത്രത്തോളം ആയുസ് ദൈവം നൽകിയെങ്കിൽ ഇനിയെങ്കിലും ഈ സത്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ പോകരുത്. എൻ്റെ കർത്താവ് മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഈ ലോകത്ത് വീണ്ടും ജീവിച്ച് അവൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി സ്വർഗാരോഹണം ചെയ്തവനാണ്. അവൻ വെറുതെ പോയവനല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുക. എന്തിനാണ്? അവൻ്റെ രണ്ടാം വരവിങ്കൽ എന്നെയും നിങ്ങളെയും ചേർത്ത് കൊള്ളുവാൻ. അതുകൊണ്ട് കർത്താവിനോടൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ? അവൻ ഇഷ്ടമില്ലാത്ത പലതും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിനെ അവൻ്റെ സന്നിധിയിൽ തുറന്ന് സമ്മതിക്കുവാനും, കർത്താവെ ഇനിയെങ്കിലും നിന്നോടൊപ്പം ജീവിക്കുവാൻ, മരണത്തിനായി ഒരുക്കമുള്ളൊരു ഈ മരണമെന്ന് കേൾക്കുമ്പോഴേ ഇനിയെങ്കിലും നമ്മൾ ഭയക്കരുത്. കാരണം ഇറ്റ് ഈസ് എ ബ്ലിസ്ഫുൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇതിന് ശേഷം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിതം ഈ ലോകത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും എല്ലാ സന്തോഷങ്ങളെക്കാളും 10 മടങ്ങ് ഭേദമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് കർത്താവിനോടൊപ്പമായിരിക്കും. ഇവിടെ രണ്ടാമതൊരു പ്രാർത്ഥന സ്തേഫാനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്താ? ഇവരോട് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ഒരു പാഠമാണ് സ്തേഫാനോസ് പഠിപ്പിക്കുന്നത്. അനുരഞ്ജനത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമൊക്കെ ഏറെ വാചാലമായി സംസാരിക്കുന്നവരാ നമ്മൾ. ആണോ അല്ലയോ? ആണല്ലേ. നമുക്കിപ്പോൾ അനുരഞ്ജനം വേണ്ടത് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വേണം, റഷ്യയും ഉക്രൈനും തമ്മിൽ വേണം. പക്ഷെ നമുക്ക് നമ്മുടെ അയൽക്കാരനോടും സഹോദരനോടും കൂട്ടായ്മക്കാരോടും ഒന്നും എന്ത് വേണ്ട? അനുരഞ്ജനം വേണ്ട. നമ്മളങ്ങ് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരായിപ്പോയി. അത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഉള്ളിലേക്കൊന്ന് നോക്കാൻ സാധിക്കുമോ? 2024 പിണങ്ങിയവരോട് അതേ പിണക്കം 25 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. 2024 വരെ മിണ്ടാതിരുന്നവരോട് ഈ വർഷം ഇങ്ങനെ തന്നെ അങ്ങ് പോകും. ഇവിടെ സ്തേഫാനോസ് പറയുകയാണ്, അവരുടെ മേൽ ഈ പാപം നിർത്തരുതേ. നമ്മളായിരുന്നേ പറഞ്ഞാലും കർത്താവെ ഏതായാലും മരിക്കാൻ പോകും, എന്നെ കൊണ്ടൊന്നും പറ്റുമല്ല, നീ തക്കതങ്ങ് കൊടുത്തേക്കണം. നമ്മുടെ പല പ്രാർത്ഥനകളും അങ്ങനെയാണല്ലോ, നമ്മളെ കൊണ്ടോ പറ്റുന്നില്ല, അപ്പം പിന്നെ ദൈവം അങ്ങ് പ്രവർത്തിച്ചോണോ എന്നുള്ളതാണ്. അങ്ങ് ഏൽപ്പിച്ചേക്കുക കർത്താവിൻ്റെ കയ്യിലോട്ട്. ഇവിടെ സ്തേഫാനോസ് നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത് ചെറിയൊരു ആത്മീയ സത്യമല്ല, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഒരു മനുഷ്യനോടും വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, വൈരാഗ്യമില്ലാതെ സ്വന്തം ജീവൻ എടുക്കുന്നവരെ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്ന സ്തേഫാനോസിനെ ഒരു മാതൃകയാക്കുവാൻ നമുക്ക് പറ്റുമോ? 2024 നമുക്കിട്ട് പണിഞ്ഞവർക്കൊക്കെ എന്ത് പണി ഇനി 25 കൊടുക്കുമെന്നുള്ള പ്ലാനിങ്ങും ലിസ്റ്റും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി ക്ഷമിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ അതാണ് പലപ്പോഴും നമ്മുടെ തലമുറയ്ക്കും കൈമാറുന്നത്. നമ്മളുടെ ഒരു ആത്മീയ ബന്ധങ്ങളിൽ പോലും എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? എവിടെയാണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്, പൊറുക്കുവാൻ സാധിക്കുന്നത്, ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നത്? അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് സംഭവിച്ചതാണെങ്കിലോ എന്ന് എപ്പോഴെങ്കിലും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയും അതിന്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇത്രയും വേദനിക്കുമെന്ന് അവൻ വിചാരിച്ചില്ലായിരിക്കാം എന്ന് കരുതി നമുക്കൊന്ന് ക്ഷമിക്കുവാനുള്ള മനസ്സൊന്ന് ഡെവലപ്പ് ചെയ്യാൻ എവിടെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ. പാരമ്പര്യമായി വിശ്വാസത്തിൽ അങ്ങ് ജീവിക്കുക. പക്ഷേ എവിടെയാണ് അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കും സ്വന്തം ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്? കുടുംബ ബന്ധങ്ങളിൽ എവിടെയാണ് ക്ഷമയ്ക്ക് പ്രാധാന്യമുള്ളത്? കർത്താവെ ഇവരുടെ മേൽ ഈ പാപം നിർത്തരുതേ എന്ന് സ്തേഫാനോസ് ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുക.
തൻ്റെ ശരീരം നോവുമ്പോഴും തൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. സ്തേഫാനോസിന് വേണമെങ്കിൽ ചിന്തിക്കാം, അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു, ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കണം, ക്ഷമയുടെ പാഠവും അനുരഞ്ജനത്തിൻ്റെ പാഠവും നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവണം. അയൽപക്ക ബന്ധങ്ങളിലുണ്ടോ ഇത്? ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരായിരിക്കത്തില്ല നമ്മളുടെ അയൽപക്ക ബന്ധങ്ങളിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, നല്ല സാക്ഷ്യത്തിനുടമയാണെന്ന് നമുക്ക് ചുറ്റിനുമുള്ളവർ നമ്മളെക്കുറിച്ച് പറയുമോ? അതും നമ്മളുടെ അനുരഞ്ജനം കണ്ടിട്ട്, നമ്മളുടെ ക്ഷമ അനുഭവിച്ചിട്ട് നമുക്ക് ചുറ്റിനുമുള്ളവർക്ക് പറയാൻ സാധിക്കുമോ ഇവർ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുകരിക്കുന്നവരാണെന്ന്? നമ്മുടെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ഇടപെടൽ കൊണ്ടും ഒന്നും നമ്മൾ ഒരുപക്ഷെ ഈ വിശ്വാസത്തെ സാക്ഷിക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് പുറത്തുനിന്നാണ് നമുക്ക് വെല്ലുവിളികളെന്ന് നമ്മൾ കരുതണ്ട. നമ്മൾ സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ യഥാർത്ഥ സാക്ഷികളായിരുന്നുവെങ്കിൽ ഇതിലുമധികം എത്രയോ പേരെ നമ്മുടെ ദേശത്തെ നമുക്ക് നേടുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ സാക്ഷ്യമില്ലാതെ പോകുന്നതുകൊണ്ട്, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളെ യഥാർത്ഥമായി മറ്റുള്ള ഇടങ്ങളിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ പൊള്ളയായ ക്രൈസ്തവ വിശ്വാസികളായി മാറുന്നുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തൻ്റെ ജീവനെ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തവനായി സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ആദ്യമൊക്കെ സ്തേഫാനോസിനെ കുറിച്ച് വായിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, കുറച്ച് നാളും കൂടി ഈ മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളല്ലേ, കുറേ കൂടി പേരെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാമായിരുന്നു. നമ്മളിങ്ങനെ പലപ്പോഴും ചെറുപ്പ വയസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു കണക്ക് കൂട്ടൽ അകാലത്തിൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായി ആ വാക്കിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം നമ്മളുടെ വിശ്വാസത്തിൽ അകാലമെന്നൊരു വാക്കില്ല. നമ്മുടെ എല്ലാ കാലങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം ഞാൻ എത്ര നാൾ വരെ ജീവിക്കണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 33.5 വയസ്സിന് പകരം ഒരു 20 കൊല്ലവും കൂടെ യേശു ഈ ലോകത്തങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ പേരെ സൗഖ്യമാക്കത്തില്ലായിരുന്നോ? കുറേ കൂടെ പേർക്ക് അവൻ്റെ വായിൽ നിന്ന് വരുന്ന നല്ല വചനത്തെ കേൾക്കത്തില്ലായിരുന്നോ? കുറേ കൂടെ പേരെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കത്തില്ലായിരുന്നോ നേരിട്ടുള്ള ശുശ്രൂഷയിൽ? പക്ഷേ അവനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, നിനക്ക് 33.5 മതി, അത് മതി. കാരണം അതിനുള്ളിൽ നിനക്ക് ചെയ്ത് തീർക്കുവാനുള്ളത് മതി. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ ആയുസ്സും സ്തേഫാനോസിൻ്റെ ആയുസ്സും. സ്തേഫാനോസിന് ഒരു റിഗ്രറ്റും ഇല്ലാതെ മരിക്കാം. കാരണം ഈ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ മരണം വരെ ജീവിച്ചത് ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ. യൗവന പ്രായത്തിൽ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് പോകട്ടല്ലേ, ഒന്ന് റിട്ടയറായി കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച് പലരും തീരുമാനം എടുക്കും. ഇന്ന് ഇറങ്ങാൻ പറ്റണം, ഇന്നത്തെ ദിവസം കർത്താവിന് കൊടുക്കാൻ പറ്റണം. ഇന്നത്തെ നിമിഷം കർത്താവിനുള്ളതാണെങ്കിൽ ഏത് സമയവും മരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നോട്ടെ, അതിനെ കൃപയോടെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാനായിട്ട് പോവുകയാണ്. സ്തേഫാനോസിൻ്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളിയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത് സ്തേഫാനോസിൻ്റെ ജീവിതമാണ്. നമ്മൾ ചെയ്യുന്നത് ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ വലിയ ശുശ്രൂഷ ചെറുതൊന്നൊന്നുമില്ല കേട്ടോ. പ്രസംഗിക്കുന്ന ഞാനും ഇരുന്ന് കേൾക്കുന്ന നിങ്ങളും ഈ കൺവെൻഷനോടനുബന്ധിച്ചൊക്കെ എത്ര ചെറുതും വലുതുമായ ശുശ്രൂഷകളിൽ നിങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്വയം ചോദിക്കണം, ദൈവമേ ഞാനൊരു നല്ല സാക്ഷ്യം നിർവഹിക്കുന്ന വ്യക്തിയാണോ? എന്നെ ഈ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനനുസൃതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണോ? വാട്ട് ആം ഐ ഫിൽഡ് വിത്ത്? എൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ നിറവാണ് ഉള്ളത്? പലപ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തുവാൻ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളാണോ യഥാർത്ഥമായി നീ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഉള്ളിൽ എന്തിൻ്റെ നിറവാണോ അതെൻ്റെ മുഖത്തും എൻ്റെ ജീവിതത്തിലെ മറ്റു പല ഇടങ്ങളിലേക്കും അത് പ്രതിഫലിക്കപ്പെടും. നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ പുകഴ്ത്തി കാണിക്കുവാൻ, നിനക്ക് സ്തുതി തരുവാനുള്ള എൻ്റെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളൊക്കെ പലപ്പോഴും ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട് എൻ്റെ പേര് വലുതാക്കാൻ വേണ്ടി. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. കർത്താവേ, നിനക്ക് മഹത്വം തരേണ്ടുന്നതിന് പകരം പലപ്പോഴും ഞാൻ സ്വയം പുകഴ്ച ഏറ്റെടുത്തിട്ടില്ലേ?
എങ്ങനെ മരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നവനാണ് സ്തേഫാനോസ്. നമുക്ക് ഒരുങ്ങുവാൻ സാധിക്കുമോ? ഭയമില്ലാതെ ആത്മാവ് എവിടേക്ക് പോകുമെന്നുള്ള ഉറപ്പോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തലമുറയും അത്തരത്തിൽ പഠിപ്പിക്കണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും യു മസ്റ്റ് നോ ദറ്റ് യു മസ്റ്റ് ബി അക്കൗണ്ടബിൾ ടു ഗോഡ് വിത്ത് ദ സ്പിരിറ്റ് ഇൻ യു. നിൻ്റെ ഉള്ളിലെ ആത്മാവ് ആരുടെ വകയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ, അതുകൊണ്ട് തോന്നുന്നത് പോലെ ജീവിക്കുവാനുള്ളതല്ല നമ്മളുടെ ജീവിതം, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ അവൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ക്ഷമിക്കുവാനുള്ള മനോഭാവം, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, എന്നിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുള്ളവർ, എന്നിൽ നിന്ന് വളരെ വിഭിന്നമായി ചിന്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഒരുപക്ഷെ കാഴ്ചയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒത്തിരി വ്യത്യാസമുള്ളവർ നമ്മളുടെയൊക്കെ മനസ്സിൽ വളരെ ദൂരത്താണ് നിൽക്കുന്നത്. ചേർത്ത് പിടിക്കുവാനുള്ളൊരു വിളിയാണ് 2025. ആയുസ്സോടെ ദൈവം നിലനിർത്തിയല്ലോ, ആരോഗ്യം തന്നില്ലേ, കൺവെൻഷനിൽ കടന്നു വരുവാൻ അവൻ സാഹചര്യങ്ങളെ ഒരുക്കിയില്ലേ. നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കണം. കർത്താവേ, എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി, എൻ്റെ ബന്ധങ്ങളിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായി അനേകരുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഈ ക്ഷമ സാധ്യമല്ല. അതുകൊണ്ട് നീ എന്നോടൊപ്പം ചേർന്ന് നിൽക്കണം. നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുക. നിൻ്റെ കൃപ തന്ന്, നിൻ്റെ കരുണയുടെ മറവിൽ നിന്നുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരെയും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തവരെയും ഒക്കെ ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് എൻ്റെ ഉള്ളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു രാത്രിയായി ഇത് തീരട്ടെ. ഈ ഒരൊറ്റ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തിയാൽ തന്നെ നമ്മളറിയാതെ സൗഖ്യം അനുഭവിക്കും. പലപ്പോഴും മറ്റൊരാളോട് ക്ഷമിക്കുന്നത് അവരുടെ മുൻപിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഫോർഗിവ്നെസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ സെൽഫ് ഹീലിംഗ്. സ്വയം സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് മറ്റൊരുവനോട് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത്. നിങ്ങളിൽ ആരോടെങ്കിലും എനിക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? പക്ഷേ എൻ്റെ ഉറക്കം കെട്ടുപോകും. ഞാനാണ് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ട് അനുരഞ്ജനം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫ്. റെക്കൺസിലിയേഷൻ മസ്റ്റ് ബി പാർട്ട് ഓഫ് യുവർ ഫെയ്ത്ത് ലൈഫ്. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ എവിടെയൊക്കെ ഈ അനുരഞ്ജനം അനുഭവിക്കണമോ അവിടെയൊക്കെ ഇത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്തേഫാനോസിൻ്റെ ജീവിതം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ഒരു വെല്ലുവിളിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും.